ഏവർക്കും സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ വൃത്തമുണ്ട്, ചതുർഭുജം പി ക്യു ആർ എസ്. പിയും ക്യൂവും എസും വൃത്തത്തിലെ ബിന്ദുക്കളാണ്, എന്നാൽ ആറും വൃത്തത്തിന്റെ ഉള്ളിലാണ് അല്ലെ. കെ എൽ എം, കെയും ഉള്ളിലാണ്, എന് പുറത്താണ്. എല്ലും എമ്മും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഇവിടെ ഇയും എച്ചും വൃത്തത്തിന്റെ ഉള്ളിലാണ്, ജിയും എഫും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. എന്നാൽ എ ബി സി ഡി, എയും ബിയും സിയും ഡിയും നാല് ബിന്ദുക്കളും ഈ ചതുർഭുജത്തിന്റെ നാല് ബിന്ദുക്കളും ഒരു വൃത്തത്തിലാണ് അല്ലെ. ഇത്തരത്തിലുള്ള ചതുർഭുജത്തെയാണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഒരു ചതുർഭുജത്തിന്റെ എല്ലാ ശീർഷങ്ങളും എല്ലാ ശീർഷങ്ങളും ഒരു വൃത്തത്തിലാണെങ്കിൽ, ഒരു വൃത്തത്തിൽ അങ്ങനെയാണെങ്കിൽ ആ ചതുർഭുജത്തെ ചക്രീയ ചതുർഭുജം എന്ന് പറയും. ഓക്കെ, if all the vertices of a quadrilateral are lying on a circle, then the quadrilateral is called cyclic quadrilateral. Okay, അപ്പൊ ഇവിടെ ഇത് മാത്രമേ സൈക്ലിക് ഉള്ളൂ. ഇനി സൈക്ലിക്കിന്റെ പ്രത്യേകത, സൈക്ലിക് ആണെങ്കിൽ നാലും വൃത്തത്തിലായിരിക്കും അല്ലെ. ഒരു ചതുർഭുജത്തിന്റെ നാല് ശീർഷവും വൃത്തത്തിലാണെങ്കിൽ അതിന്റെ പേര് സൈക്ലിക് ആവും. അപ്പൊ സൈക്ലിക് ആണ്, ചക്രീയമാണ് എങ്കിൽ അതിന്റെ നാല് ശീർഷം വൃത്തത്തിലല്ലേ. അങ്ങനെ ആ നാല് ശീർഷങ്ങളുള്ള ചതുർഭുജത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, ഇതിന്റെ എതിരെ വരുന്ന കോണുകളുടെ തുക അനുപൂരകം, സപ്ലിമെന്ററി ആയിരിക്കും. കൂട്ടിയാൽ 180. ചതുർഭുജം എന്ത് ചതുർഭുജാണ്? ചക്രീയ ചതുർഭുജം. അതിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. എതിർ കോണുകൾ അനുപൂരകമായി. The opposite angles of a cyclic quadrilateral are supplementary. That is, the sum is equal to 180 degree. അതുപോലെ ഇത് കൂട്ടിയാലും 180 കിട്ടും. നാല് കോണും കൂട്ടിയാൽ 360 ആണല്ലോ. ഏത് ചതുർഭുജം, ഏത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും, സൈക്ലിക് ആണോ അല്ലെങ്കിൽ വിഷയമല്ല, ഏത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും നാല് കോണുകളുടെ ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രി. സൈക്ലിക് ആണെങ്കിലുള്ള പ്രത്യേകത, ആ 360 ഈ രണ്ടെണ്ണം 180 വരും, പകുതി, മറ്റേ പകുതി ഇവരുണ്ട്. ഇതൊന്നും അങ്ങനെ ആവുന്നില്ല. ഇത് 180 അല്ല, ഇതിനെ കുറിച്ച് നമുക്ക് പറയാം. ഒന്നിൽ കൂടുമെന്ന് പറയാൻ പറയണം. നാല് കോണും കൂട്ടിയാൽ നാല് ആംഗിൾസിന്റെ സമ്മ് 360 ആണ്, ഏത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും. ഓക്കെ, സൈക്ലിക് ആണെങ്കിലും ആംഗിൾ നാലും കൂടെ 360 ആണ്. എന്നാൽ ആ നാല് ആംഗിളിന്റെ പ്രത്യേകത, ഈ രണ്ടെണ്ണം കൂട്ടിയാൽ 180 ആയിരിക്കും, പകുതി വരണം, മറ്റേ പകുതി വരണം. ഇതൊന്നും അങ്ങനെയാവില്ല, അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ എയും സിയും കൂട്ടിയാൽ 180 കിട്ടും, അതുപോലെ ബിയും ഡിയും കൂട്ടിയാലും 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി, അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, അനുപൂരകം. പി ക്യു ആർ എസ് ഒരു ചക്രീയ ചതുർഭുജമാണ്. പി ക്യു ആർ എസ് is a cyclic quadrant. Angle P equal to 7x degree, Q equal to 5y degree, angle R equal to 8x degree, angle S is equal to 4y degree. Find the value of x and y and calculate all the angles of the quadrilateral. X ന്റെ y ന്റെ വില കാണും, ആ ചതുർഭുജല്ലേ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ കോണുകളും കാണും. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ആൻസർ വരാം. ഇത് സൈക്ലിക് ആണ്, ചക്രീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ചിത്രം ഏകദേശം ഇങ്ങനെ വരും അല്ലെ. ഒരു വൃത്തം, നാല് ശീർഷമായി തട്ടിക്കണം. നമുക്ക് ഇത് പേര് കൊടുക്കാം പി ക്യു ആർ എസ്. ഓക്കെ, ഇനി ആംഗിൾ പി എത്രയാണ്? 7x. ആംഗിൾ ക്യു 5y, ആംഗിൾ ആർ 8x, ആംഗിൾ എസ് 4. ഇത് മാറി വന്നിട്ടുണ്ട്. പി ക്യു ആർ എസിൽ നിങ്ങൾക്ക് മനസ്സിലാവണം, പിന്റെ ഓപ്പോസിറ്റ് പി ക്യു ആർ എസ്. മൂന്നാമത് പിന്റെ ഓപ്പോസിറ്റ് ആർ അല്ലെ. പിന്റെ ഓപ്പോസിറ്റ് ആർ, ക്യൂന്റെ ഓപ്പോസിറ്റ് എസ്. അപ്പൊ പിയും ആറും കൂട്ടിയ ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 180 അല്ലേ, അതുപോലെ ഇത് കൂട്ടിയാലും 180. നമുക്ക് എക്സിന്റെ വൈദ്യ വാല്യൂ തുടങ്ങിയല്ലേ. ചക്രീയ ചതുർഭുജം സൈക്ലിക് ആയതുകൊണ്ട് എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. സൈക്ലിക് അല്ലേ, അനുകൂലങ്ങൾ സപ്ലിമെന്ററി ആയിരിക്കും അല്ലെ.
അപ്പോ ആംഗിൾ പിയും ആംഗിൾ ആറും കൂട്ടിയാൽ എത്രയാണ്? 180. ഇത് കൂട്ടിയാൽ 180 അല്ലേ? ഇത് 180 പിന്നെ പറയുന്നത് കൂട്ടിയാൽ 180. പിയും ആറും കൂട്ടുക 7x-ഉം 8x-ഉം കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. 7x-ഉം 7x-ഉം 8x-ഉം 15x അല്ലേ? 15x സമം 180 അല്ലേ? അതുകൊണ്ട് x ഈക്വൽ ടു 180/15. ഓക്കെ, കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട്. ഇതിൽ എത്ര 5? 3. 18 എത്ര 5? 3 5 15 അല്ലേ? ബാക്കി 3 അല്ലേ? ഇവിടെ കൊടുത്ത 30. 30 എത്ര 5? 6. 36/3 എത്ര കിട്ടുക? 12. x സമം 12. x ന്റെ വില 12. ഇനി നമ്മൾ y ന്റെ വില വേണം. അതിനിങ്ങനെ ഇത് രണ്ടും കൂട്ടിയാൽ 180 അല്ലേ? സപ്ലിമെന്ററി അല്ലേ? അനുകൂലല്ലേ? അപ്പൊ ക്യൂവും എസും കൂടാം. കോൺ ക്യൂ പ്ലസ് കോൺ എസ് സമം 180 ആണ്. കോൺ ക്യൂ എന്ന് പറഞ്ഞാൽ 5y പ്ലസ് 4y സമം 180. 5y 4y 9y. 9y സമം 180. അതുകൊണ്ട് y എത്ര വരിക? 180/1. 9 കിട്ടിയ ഇതിന് എത്ര 9? 18 എത്ര 9? 2 അല്ലേ? 18-ലാണെങ്കിൽ 2. ഈ 0 കിട്ടുള്ളൂ. അപ്പൊ എത്ര? 20. അപ്പൊ x കിട്ടി. y എത്ര കിട്ടി? x ന്റെ y ന്റെ വാല്യൂ അല്ലേ? ഇനി എന്താ വേണ്ടത്? ആംഗിൾ പി കാണും, ക്യൂ കാണും, r കാണും, s കാണും. ഇത് കിട്ടിയത് കിട്ടും. രണ്ടും കൂട്ടിയാൽ 180 ആവണ്ടേ? അതുപോലെ ഇത് കിട്ടിയത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ആംഗിൾ പി ഈക്വൽ എത്ര? പി ശരിക്കും 7x അല്ലേ? 7x ആണ്. 7 into x ന്റെ വില 7 into x ന്റെ വില എത്ര? 7 into 12 ഗുണിക്കുക. 70ഉം 14 84 ഡിഗ്രി. ഇത് 84 ഡിഗ്രി എന്തോ 8x ആണ്. 8 into 12 ചെയ്താലും മതിയല്ലോ അല്ലേ? അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഇത് നമ്മൾ കൂട്ടിയത് 180 അല്ലേ? അപ്പൊ 180 84 കുറച്ചാലും മതി. കോൺ പി കിട്ടിയാൽ ഉടനെ നമുക്ക് കോൺ ആർ ചെയ്താം. കോൺ ആർ ഈക്വൽ ടു 8x ആണ്. 8 ന്റെ x ന്റെ വില കൊടുക്കുക. അല്ലെങ്കിൽ 180 ഈ വില കുറച്ചാൽ മതി. 84 80 കുറക്കാണെങ്കിൽ 100. ഇത് 4 കൂടി കുറക്കുമ്പോ 96. അപ്പൊ ഇത് 84 ഡിഗ്രി, ഇത് 96. ഇനി ഏതാ? കോൺ ക്യൂ ചെയ്താ. കോൺ ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര വയ്യ? 5 വയ്യ. 5 into y ന്റെ വില 5 into 20 കേട്ടാ. 5 into 20 എത്ര? 100. ഇത് 100 ആണെങ്കിൽ കോൺ എസ് ഇത് 100 ആകുമ്പോൾ 80 അല്ലേ? അല്ലെങ്കിൽ വേണ്ട 4 into 20 അപ്പോഴും കിട്ടുന്നത് 80. 180 കുറച്ചാൽ മതി. 180 100 കുറക്കുക അല്ലേ? ഇത് 100 ആണെങ്കിൽ ഇത് കുറക്കുക. അപ്പൊ എന്ത് കിട്ടി? ഈ എല്ലാ കോണുകളും. ഓക്കെ ഓക്കെ. ഇത് സൈക്ലിക്കാണ്, ചക്രീയമാണ് അല്ലേ? രണ്ടും കൂട്ടിയാൽ 180, കൂട്ടിയാൽ 100. 1 2 3 മൂന്നെണ്ണം വൃത്തത്തിലാണ്. ഇത് വൃത്തത്തിന്റെ ഉള്ളിലാണ്, ചക്രീയമല്ല. 3 എണ്ണം വൃത്തത്തിലാണ്, 1 പുറത്താണ്. നോക്കാം, ഇതിലേക്ക് നോക്കാം. എ ബി സി. ഇത് ചക്രീയമല്ല, സൈക്ലിക്കൽ അല്ലെ? ഇത് സൈക്ലിക് ആവാതിരിക്കാനുള്ള കാരണം ഇത് ഉള്ളിൽ വന്നതുകൊണ്ടാണ് അല്ലെ? ഇത് വൃത്തത്തിൽ വന്നുകഴിഞ്ഞാൽ കറക്റ്റ് എന്താവും? സൈക്ലിക്കോ ചക്രീയമോ. അങ്ങനെ ഈ ബിന്ദു ഇവിടെയാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിരുന്നു എങ്കിൽ ഇതാണ് ഡി എങ്കിൽ ഇത് രണ്ടും കൂട്ടിയതിനേക്കാളും 180 ചക്രീയ അല്ലേ? ഇത് രണ്ടും കൂട്ടിയ 180. അപ്പൊ ഈ ആംഗിൾ കൂട്ടിയാൽ 180. ഇതും 180 ആണ് കൂട്ടിയത്. ഈ കോണ് മാറി ഇങ്ങോട്ട് വരണം. ഇതിന് മാറ്റണ്ട. ഇത് ഇതിനൊപ്പം കൂട്ടിയാൽ 180 ഡിഗ്രി. എന്നാൽ ഇതിന്റെ കൂടെ അതിനു പകരം ഇതാണ് കൂട്ടുന്നെങ്കിൽ ഇതിനേക്കാൾ ചെറുതാണോ വലുതാണോ ഈ കോൺ? ഈ കോണിനേക്കാൾ ഒന്നുകൂടെ വലുതാവുകയാണ് ഈ കോൺ അല്ലെ? ശരിയല്ലേ? അപ്പോ ഇത് രണ്ടും കൂട്ടിയ 180 ചക്രീയ. ഇതിപ്പോ 100 കരുതിക്കോ, ഇത് 80 കരുതിക്കോ, 180. ഇതിന് പകരം ഈ കോൺ എടുത്താൽ ഇത് 80-നേക്കാൾ കുറച്ച് വലുതാവില്ല അല്ലെ? അപ്പൊ 100ഉം ഇതും കൂട്ടിയാൽ 180-നേക്കാൾ വലുതായിരിക്കും. ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ? ചക്രീയമാണ്. അപ്പൊ അവിടെ സംഖ്യ ഉണ്ടാവും, ഇവിടെ സംഖ്യ ഉണ്ടാവും. ഈ സംഖ്യത്തിനെ ഫിക്സ് ചെയ്യാം, അതും ഫിക്സ് ചെയ്യാം. കൂട്ടിയാൽ 180. അത് മാറി ഇത് കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ച് വലിയ സംഖ്യകളുണ്ട്. ആ വലിയ സംഖ്യയും ഇതും കൂട്ടിയാൽ 180-നേക്കാൾ വലുതായിരിക്കും. ശരിയല്ലേ? അതായത്
3 വെർട്ടെക്സും വൃത്തത്തിലാവുക, 1 വൃത്തത്തിന്റെ ഉള്ളിലാണ് എങ്കിൽ ചക്രീയമല്ല. നമുക്കറിയാം സൈക്ലിക് അല്ല. ഈ 2 ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രിയിൽ കൂടുതലായി. ഏതൊക്കെയാണ്? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ടു 180 അല്ല. ഇത് എപ്പോഴാ സമം 180 ആവുക? ഇത് എവിടെ വരുമ്പോ അവിടെ വരും. ആ കോൺ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് വലുതാവും. അപ്പൊ എന്താ സംഭവിക്കാം? അവരുടെ തുക ഗ്രേറ്റർ ദാൻ 180. അപ്പൊ തന്നെ എന്ത് സംഭവിക്കാമോ? ഇത് 4 കൂട്ടിയ 360 അല്ലേ? ഒരു ചതുർഭുജത്തിന് എല്ലാ കോണും കൂടിയ 360. ഇവർ കൂട്ടിയാൽ 180നേക്കാൾ വലുതായാൽ ഇത് അവരെ ഇത് ഇവരെ അത് ബാധിക്കും. ഇത് 180 ആവും. ഇത് 180 ആകുമ്പോ 180 വരെ 360 ആണെങ്കിൽ ഇത് പകുതി ബാക്കി ഇത് പോകും. ഇത് മൊത്തം 360 ആണ്. ഇത് ആ പകുതിയേക്കാൾ കൂടുതലാണെങ്കിൽ 180നേക്കാൾ കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ കുറച്ച് എത്രയാണ് അത് ഇവിടെ കുറവെടുക്കും. 180 എന്ന് പറയും. ഈ രണ്ടെണ്ണം 180 കുറവായിരിക്കും. ഏതൊക്കെ? ആംഗിൾ എയും ആംഗിൾ സിയും ചെറുതായിരിക്കും 180. ഇതാണ് 3 വൃത്തത്തില് 1 ഉള്ളിലാണ് പ്രത്യേകത. 4 വൃത്തത്തിലാണെങ്കിൽ എതിർ കോണുകൾ സപ്ലിമെന്ററി അനുപൂരകമാണ്, കൂട്ടിയാൽ 180 ആണ്. 3 വൃത്തത്തിലായി 1 ഉള്ളിൽ വന്നാൽ ആ ഉള്ളിൽ വന്ന കോണും അതിന്റെ ഓപ്പോസിറ്റും കൂട്ടിയാൽ ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും ലെസ് ദാൻ 180 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കും. PQRS സംശയമില്ല. ഇതും വൃത്തത്തിലാണ്, ഇതും വൃത്തത്തിലാണ് അല്ലെ? 3 വൃത്തത്തിലാണ്. ഇത് പുറത്താണ്. സൈക്ലിക് അല്ല, ചക്രീയമാണ്. കാരണം ഇത് വൃത്തത്തിന്റെ പുറത്ത് പോയത്. ഇത് വൃത്തത്തിലായത് എങ്കിൽ നമുക്ക് പറയാം ഇതിനെ സൈക്ലിക് ആണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയ 180 തൊട്ടു. ഈ പോയിന്റ് വൃത്തത്തിൽ എവിടെ ഇങ്ങനെ ഇതല്ല, ഇതാണ് എസ്. അങ്ങനെയാണെങ്കിൽ ഇതും കൂട്ടിയാൽ 180 ആകും, ഇത് കൂട്ടിയാൽ 180 ആകും, ചക്രീയമാകും അല്ലെ? എന്നാൽ ഇതിന് പകരം ഇവിടെയാണ്. ഇത് രണ്ടും കൂട്ടിയാൽ 180, ഇതൊരു 120, ഇതൊരു 60 കരുതി അല്ലെ? ഇത് കൂട്ടിയാൽ 180 ചക്രീയമല്ല. ഇതിന് പകരം ഇതെടുത്താൽ ഇതിനേക്കാൾ ചെറുതാണ് ഈ സംഖ്യ. ഇതിനേക്കാൾ ചെറുത് 60നേക്കാൾ ചെറുത്. നമുക്ക് 40 കൂടും. ഇനി എന്ത് സംഭവിക്കും? ഇത് രണ്ടും കൂട്ടിയാൽ കറക്റ്റ് 180 ആവും. ഇതിനേക്കാൾ ചെറിയ സംഖ്യ വരുമ്പോ ഇവർ തമ്മിൽ കൂട്ടിയാൽ 180നേക്കാൾ കുറവായിരിക്കും. അതായത് 3 വൃത്തത്തിലും 4ാമത്തെ ആൾ വൃത്തത്തിന് പുറത്തുമാണെങ്കിൽ ആ പുറത്തുള്ള കോണും അതിന്റെ ഓപ്പോസിറ്റും കൂട്ടിയാൽ 180 കുറവായിരിക്കും. ഏതാണ്? ക്യൂവും പിന്നെ എസും ഇല്ലേ? അത് കൂട്ടിയാൽ 180നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ എന്താവും? അപ്പൊ പിയും ആറും 180 കൂടും. ഒരു ചതുർഭുജം PQRS കോർഡിനേറ്റാണ്. സൈക്ലിക് ഇവിടെ സർക്കിൾ ഇല്ല, വൃത്തമില്ലല്ലോ. ഓക്കെ, ഇത് 4 ശീർഷവും ഇതിൽ കൂടി കടന്നു പോകുന്ന വൃത്തം നമുക്ക് അതിനെ സൈക്ലിക് ചക്രീയ എന്ന് പറയാം. എന്നാൽ ഇവിടെ വൃത്തം കാണുന്നില്ല. ഇത് ചക്രീയമാണോ എന്ന് ചോദിച്ചാൽ ഇത് ചക്രീയമാണെങ്കിൽ എന്താ? 4 ശീർഷത്തിൽ തട്ടിയിട്ട് വൃത്തം വരക്കാൻ പറ്റണം അല്ലെ? ഇതിന് 4 തട്ടി വൃത്തം വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ കോമ്പസ് എടുത്ത് തെരഞ്ഞു പറയേണ്ടത്. ഇവിടെ കോമ്പസ് വെച്ചു തരും. 4 കൂടി കടന്നു പോകുന്ന വൃത്തം കിട്ടിയാൽ സൈക്ലിക് ആവും അല്ലെ? ഇവിടെ കോമ്പസ് വെച്ചു, ഇങ്ങോട്ട് എത്തിച്ചു പെൻസിൽ, ഇങ്ങോട്ട് എത്തി, ഇങ്ങോട്ടും കറക്റ്റായി, 3 കൊടുത്തിട്ട് കറക്റ്റായി. വൃത്തം വരച്ചപ്പോ ഇതിന്റെ അവിടെ എത്തിയില്ല, 3 കൊടുത്ത് തട്ടി, സൈക്ലിക്കായി. അപ്പൊ നമ്മൾ ആ സ്ഥലം ഒന്ന് മാറ്റി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു. അപ്പൊ അവിടെ ഇവിടെ തട്ടി, ബാക്കി 2 തട്ടില്ല, കുറച്ച് ഇങ്ങോട്ട് വെച്ചു നോക്കി. അങ്ങനെ പല രീതിയിൽ വെച്ച് നോക്കി. എങ്ങനെ വന്നാലും 3 തട്ടും, 4ാമത്തെ തട്ടില്ല, ചിലപ്പോ 2 തട്ടും. അങ്ങനെ നമ്മൾ വെച്ച് തെരഞ്ഞു പോയേണ്ട ആവശ്യമില്ല. ഇത് ചക്രീയമാണോ സൈക്ലിക് ആണോ എന്ന് ചോദിച്ചാൽ 4 തട്ടി വൃത്തം വരച്ച് നോക്കി പോയേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടത് ഇതങ്ങനെ സൈക്ലിക് ചക്രീയമാവുകയാണെങ്കിൽ ഇങ്ങനെ വൃത്തം വരക്കാൻ പറ്റും. അപ്പൊ ഇത് കൂട്ടി എത്ര വരും? 180. എന്നാൽ പിന്നെ ഈ 2 കോണും കണ്ടിട്ട് കൂട്ടി നോക്കും. ഇത് രണ്ടും കൂട്ടിയിട്ട് 180 ഡിഗ്രി കറക്റ്റ് ആവുന്നുണ്ട് എങ്കിൽ അപ്പൊ ഇതും ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഈ 4 കൂടി കടന്നു പോകുന്ന വൃത്തം വരക്കാൻ പറ്റും, സൈക്ലിക് ആവും. ഈ 2 കോണ് കൂട്ടിയപ്പോ 180 കൂടുതലാണെങ്കിൽ അപ്പൊ ഓട്ടോമാറ്റിക് കുറയും അല്ലേ? ഇത് കൂടിയാ കുറയും, കൂടുകയോ ചെയ്താൽ ഈ 4 കൂടി കടന്നു പോകുന്ന വൃത്തം വരക്കാൻ പറ്റില്ല, സൈക്ലിക് ആവും. ഓക്കെ, അപ്പോ ചതുർഭുജ സൈക്ലിക് ആണോ ചക്രീയമാണോ എന്ന് ചോദിച്ചാൽ 4 കൂടി കടന്നു പോകുന്ന വൃത്തം അവിടെ വേണമെന്നില്ല. അതിന്റെ കോണ് കിടത്തുക 180 ആണെങ്കിൽ മാത്രമേ അത് സൈക്ലിക് ആകുള്ളൂ. അതിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരക്കാം. നമ്മൾ പഠിച്ചു. ചക്രീയമാണെങ്കിൽ എതിർക്കോണുകൾ അനുകൂലകമാവും അല്ലെ?
സൈക്ലിക് ആണെങ്കിൽ സപ്ലിമെന്ററി ആവും. അതുപോലെ സപ്ലിമെന്ററി ആണെങ്കിൽ മാത്രമേ സൈക്ലിക് ആവൂ. അനുകൂലകമാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ചക്രീയമാവുള്ളൂ. അപ്പൊ ചക്രീയമാണെങ്കിൽ അനുകൂലകമായിരിക്കും, അനുകൂലകമാണെങ്കിൽ ചക്രീയമായിരിക്കും. സൈക്ലിക് ആണോ? സപ്ലിമെന്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് സമം 180 സപ്ലിമെന്ററി. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആയിക്കണോ എങ്കിൽ അത് എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ 3 സർക്കിൾ, ഈ 2 സർക്കിൾ ഇവിടെയും തട്ടും, ഈ 2 സർക്കിൾ ഇവിടെ ഉണ്ട്. ആ തട്ടുന്ന പോയിന്റിൽ കൂടി ഒരു ലൈൻ വരച്ചു, ഈ പോയിന്റിൽ കൂടി ലൈൻ വരച്ചു. ഈ 2 പോയിന്റിൽ കൂടി ആ ലൈൻ പോകണം കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ചതുർഭുജം രൂപീകരിച്ചു, ഒരു ക്വാഡ്രാറ്റിക് ഫോം. ചോദ്യം: ഈ ചതുർഭുജം ചക്രീയമാണ് എന്ന് തെളിയിക്കും. പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക്. ഇത് ചക്രീയമാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, ഒരു ചതുർഭുജം എപ്പോഴാണ് ചക്രീയമാവുക, സൈക്ലിക് ആവുക? 4 ശീർഷവും ഒരു വൃത്തത്തിലാണെങ്കിലല്ലേ? ഇത് വൃത്തത്തിലാണ്, രണ്ടാമത്തേത് വൃത്തത്തിലാണ്, മൂന്നാമത്തും 4-മത്തും വൃത്തത്തിലല്ലേ? അല്ലേ? പക്ഷെ 4ഉം ഒരൊറ്റ വൃത്തത്തിലല്ല. ഈ 2 ആ ലാസ്റ്റത്തെ വൃത്തത്തിലാണ്, ഈ 2 ഈ ഫസ്റ്റത്തെ വൃത്തത്തിലാണ്. 4ഉം ഒരു വൃത്തത്തിലാണെങ്കിൽ എന്താവുള്ളൂ? ചക്രീയമാവുള്ളൂ. ഇതിപ്പോ ചക്രീയായിട്ട് തോന്നില്ല, 4ഉം ഒരു വൃത്തത്തിലല്ല എന്ന് കരുതി ഈ 4ൽ കൂടി തട്ടുന്ന ഒരു വൃത്തം വരക്കാൻ പറ്റൂലെന്നില്ല. ചിലപ്പോ ഈ 4 ബിന്ദുവിൽ തട്ടുന്ന വിധത്തിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ ചിലപ്പോ എന്ത് കിട്ടും? ഒരു വൃത്തം കിട്ടും അല്ലെ? ഇപ്പോ ഈ കാണുന്ന കാഴ്ചയിൽ ഇത് ചക്രീയമല്ല. ഈ കോണം, ഈ 2 ബിന്ദുക്കൾ ആ വൃത്തത്തിലാണ്, ഈ 2 ബിന്ദുക്കൾ ഈ വൃത്തത്തിലാണ്. എല്ലാ വെർട്ടെക്സും ഒരു ചതുർഭുജത്തിന് എല്ലാ ശീർഷവും ഒരു വൃത്തത്തിലാണെങ്കിൽ മാത്രമേ സൈക്ലിക് ചക്രീയമാവൂ. ഇത് 2 അവിടെ 2 ഒരു വൃത്തത്തിൽ, ഇത് 2 വേറെ വൃത്തത്തിലാണ്. അതുകൊണ്ട് സൈക്ലിക് ആയി പറയാൻ പറ്റില്ല. എന്നാൽ ഈ 4ൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം ചിലപ്പോൾ നമുക്ക് വരക്കാൻ പറ്റിയ, അത് വരച്ച് നോക്കി പറയേണ്ട ആവശ്യമില്ല. ചക്രീയമാവണമെങ്കിൽ എതിർക്കോണുകൾ അനുകൂലകമാവണം അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെങ്കിൽ എന്താവുള്ളൂ? സൈക്ലിക് ആവും. അപ്പൊ ഒരു കാര്യം, ഇതിന് A B C D പേര്, ഇത് ചക്രീയം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? അതിന് എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതി അല്ലെ? ഏതൊക്കെയാണ്? എയും സിയും കൂട്ടിയാൽ 180, അല്ലെങ്കിൽ ബിയും ഡി ഏതെങ്കിലും നിർത്താം. We need to prove that ABCD is cyclic. It is enough to prove that their opposite angle is supplement. അല്ലേ? എയും സിയും കൂട്ടിയാൽ എത്രയാ മതി? 180 ഡിഗ്രി കിട്ടിയാൽ മതി. കിട്ടിയിട്ടില്ല, കിട്ടിയാൽ നമുക്ക് ചക്രീയം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ട സ്റ്റെപ്പ് ഈ 2 പോയിന്റുകൾ യോജിപ്പിക്കുക, ഇതും യോജിപ്പിക്കുക. നമുക്കിത് 2 കൂട്ടാൻ കിട്ടണ്ടാവും, ഇത് കിട്ടണം, കിട്ടിയിട്ടില്ല. നമ്മള് ഇവിടെ എക്സ് കൊടുക്കും, ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആവും. ഇത് 2 കൂട്ടിയാൽ നോക്കണം, ഇതും ഒരു ചക്രീയമാണ്, സൈക്ലിക് ആണ്. എ ക്യു പി ഡി കണ്ടോ? ഈ പെട്ടിയുടെ 4 ശീർഷങ്ങളും ഒരു വൃത്തത്തിലല്ലേ? അപ്പോ ഇത് ഒരു എന്താണ്? ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. ഇത് 2 കൂട്ടാൻ നോക്കുമ്പോൾ ഇത് 100 ആണ്, ഇത് ബാക്കി 50 ഉണ്ടാവും അല്ലെ? അപ്പൊ ഇത് എക്സാമ്പിൾ എന്ത്? ഇത് 180 മൈനസ് എക്സ്. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ആ കോണത്തിൽ ഉണ്ടാവുന്നു എക്സ്. ഇത് 2 പാടെ കൂട്ടിയ പ്രൊട്രാക്ടർ ഉണ്ടാവും. 180 രേഖീയ ജോഡിയാണ്, ലീനിയർ പെയറാണ്. ഇത് 2 കൂട്ടിയ സപ്ലിമെന്ററി ആണ്, ചക്രീയമാണ് അല്ലെ? അനുകൂലകമാണ്. അപ്പൊ ഇത് എക്സാമ്പിൾ 180 മൈനസ് എക്സ്. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ അത് എക്സ് ആയിരിക്കും, കാരണം ഇത് കൂട്ടിയ രേഖീയ ജോഡിയാണ് അല്ലെ? ലീനിയർ പെയറാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയ്ക്കാണോ? 180 മൈനസ് എക്സ്. കാരണം ഈ ഒരു പെട്ടിയാണ് പി ക്യു ആർ എസ് എന്ന പെട്ടി കണ്ടോ? അതിന്റെ 4 ശീർഷങ്ങളും ഒരു വൃത്തത്തിലാണ്, അടുത്ത വൃത്തത്തിൽ തട്ടിക്കുന്നത്. ഈ ചെറിയ പെട്ടി ചക്രീയമാണ്, സൈക്ലിക്കാണ്. ഈ പെട്ടിയും സൈക്ലിക്കാണ്, ആ പെട്ടി സൈക്ലിക്. നമുക്ക് തെളിയിക്കേണ്ടതാ ഈ വലിയ പെട്ടി സൈക്ലിക് എന്നാണ്. അപ്പൊ ഇത് എക്സാമ്പിൾ 180 മൈനസ് എക്സ്. എന്താ കാരണം? ചക്രീയമാണ്, അനുകൂലികം, സപ്ലിമെന്ററി. ഇത് 180 മൈനസ് എക്സ് ആണ്, അതെത്ര ഉണ്ടാവുന്നോ? അത് എക്സ് ആയിരിക്കും, കാരണം രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവുമോ? 180 മൈനസ് എക്സ്. കാരണം ഈ പെട്ടി ചക്രീയം. ഇനി നമുക്ക് ഇതല്ലേ തെളിയിക്കേണ്ടത്? നമ്മൾ തുടങ്ങാം. എയും സിയും കൂട്ടട്ടോ, ഇതും ഇതും കൂട്ടി നോക്കും. ഈ എക്ക് പകരം കൊടുക്കുക, അതിന് പകരം നോക്കാം എക്സ്, സിക്ക് പകരം
180 മൈനസ് എക്സ്. അതിനെ കൂട്ടുമ്പോ മൈനസ് എക്സും പ്ലസ് എക്സും കിട്ടും അല്ലെ. ബാക്കി എന്താ കിട്ടുക? 180 ഡിഗ്രി. എയും സിയും കൂട്ടിയപ്പോ എത്ര കിട്ടി? 180 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എതിർകോണുകൾ അനുകൂലകമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി. അതുകൊണ്ട് ABCD എന്ന ഈ ചതുർഭുജം എന്താണ്? ചക്രീയ ചതുർഭുജം. Therefore ABCD the quadrilateral is cyclic quadrilateral. Okay. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയാവും? 80. അപ്പോ ഇത് 100, അപ്പൊ 80, 100, 80. അപ്പൊ അവിടെ 80 കേട്ടോ. ഇത് 100 ആണെങ്കിൽ അവിടെ 80. അപ്പൊ ഇത് കൂട്ടിയേക്കാൾ 3 വൃത്തമുണ്ടെങ്കിൽ അത് ശരിയാവും. 2 ആണെങ്കിൽ ശരിയാവില്ല. 1 ആണെങ്കിൽ ശരിയാവും, 2 ആണെങ്കിൽ ശരിയാവില്ല. ഇവിടെ 3 ശരിയാവും, 4 ആണെങ്കിൽ ശരിയാവില്ല, 5 ആണെങ്കിൽ ശരിയാവും. ഓക്കെ. സർക്കിൾസിന്റെ വൃത്തങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഒരു വൃത്തത്തിലാണ് എടുക്കണമെങ്കിൽ ശരിയാവും, 3 ശരിയാവും കേട്ടോ. 2 ശരിയാവില്ല, 5 ശരിയാവും, 6 ശരിയാവും. അങ്ങനെയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ. ഒരു വൃത്തം, ഒരു ചതുർഭുജം. ഇത് സക്രിയമാണ് അല്ലെ. 4 ശീർഷം കിട്ടിയിരുന്നു. ഇത് 50 ഡിഗ്രി ഇവിടെ മാത്രം, ഇവിടെ 30, ഇവിടെ 40. ചോദ്യം: ഈ ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും കാണും, മാത്രമല്ല വികരണങ്ങൾക്കിടയിലുള്ള കോണുകളും കാണും. Calculate all the angles of the quadrilateral and also calculate the angles where the diagonals meet. ഡയഗണൽ കൂട്ടിക്കുന്ന സ്ഥലത്ത് കോണും ഈ കോണുകളൊക്കെ കാണും. നമുക്ക് പേര് കൊടുക്കാം. ഇതിന് പി കൊടുക്കാം. QRS. അപ്പൊ ആംഗിൾ പി കാണും. ഇതാണ് ആംഗിൾ പി. ഇത് മൊത്തം കോൺ പി ആണ്. അതാണെങ്കിൽ ഈ 2 കോണ് കണ്ടുകൂട്ടണം. ഇത് ആംഗിൾ ക്യൂ ആണ്. ഇവിടുന്ന് ഇവിടെ വരെ ഇത് 45 ആണ്. ഇത് കൂടെ കിട്ടിയാലേ കൂട്ടാൻ പറ്റും അല്ലെ. കോൺ 6 ആണെങ്കിൽ ഇത് മൊത്തം കൂട്ടണം. അതിന് 30 അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബാക്കിയുള്ള കോണുകളൊക്കെ കാണണം എന്നാണ്. റെഡി? ഓക്കെ. നമ്മള് ഇങ്ങനെ പോയാലും ഒരു വൃത്തം, അതിൽ ഞാണ് ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് അല്ലെ. ഇങ്ങോട്ട് മനസ്സിലായി? ആ മെത്തേഡോട് അപ്ലൈ. ഇവിടെ 50 ഡിഗ്രിയിലേക്ക് നോക്കും. ഈ 50 ഡിഗ്രി ഉണ്ടാകുന്ന എവിടുന്ന? 50 ഡിഗ്രി ഉണ്ടാകുന്ന വരകൾ ഏതൊക്കെ? ഈ വരിയും ഈ വരിയും ചേർന്ന അല്ലെ. ഈ 50 ഉണ്ടാക്കുന്ന വര എങ്ങോട്ടാ ജില്ല, അതുപോലെ ഇങ്ങോട്ട് ക്യൂവും ആറും. ക്യൂയിൽ നിന്നും വന്ന് എസിൽ തട്ടി ആറിലേക്ക് പോയി. കണ്ട? അങ്ങനെയാണ് 50 ഡിഗ്രി. എങ്കിൽ ഇവിടുന്ന് പോയി ഈ വഴിക്ക് പോകാതെ വേറെ വഴിക്ക് പോയി ഇങ്ങനെ വന്ന് തട്ടി അങ്ങോട്ട് പോയാൽ 50. ഇത് 50 ആണെങ്കിൽ ഇത് 50. ഒന്ന് നോക്കണേ. ഇത് 30 ആണെങ്കിൽ ഇത് 30 വേറെ എവിടെ നോക്കരുത്. അവർക്ക് പോയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 55 ആണെങ്കിൽ ഇങ്ങോട്ട് 55 ആവും. അതുപോലെ തന്നെ ഈ വരയിലേക്ക് നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന കോണാണ് 30, ഈ 50. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോണ കോണ് ഇതാ. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. ഇനി 30ലേക്ക് നോക്കും. 30 എങ്ങനെ ഉണ്ടാകാന്നോ? 30 ഉണ്ടാക്കുന്ന 2 വരകൾ ഇതും ഇതുമാണ്. ഈ വര എങ്ങോട്ടാ വരിക? എസിലേക്ക്. ഈ വര എങ്ങനെ ഇവിടുക്ക വരിക. അപ്പൊ ഇവിടുക്ക് നോക്കുക. ഇവിടുന്ന് ഇങ്ങനെ വന്ന് തട്ടി ഇങ്ങോട്ട് മടങ്ങി. അങ്ങനെയാണ് 30. എങ്കിൽ അതുപോലെ ഇവിടുന്ന് തുടങ്ങുക, വേറെ എവിടെയും തട്ടി അങ്ങോട്ട് തന്നെ മടങ്ങുക. തുടക്കം അവിടെ, അവസാനം അവിടെ. അല്ലെങ്കിൽ അവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കാം. മറ്റു സ്ഥലത്താണ് ഇവിടെ തുടങ്ങി തട്ടിയിട്ട് ഇങ്ങോട്ട് മടങ്ങി അല്ലെ. അല്ലെങ്കിൽ അവിടെ തുടങ്ങി തട്ടി ഇങ്ങോട്ട് മടങ്ങി. അങ്ങനെയാണ് 30. എങ്കിൽ അതുപോലെ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന മറ്റു സ്ഥലത്ത് തട്ടുന്ന കൊണ്ട ഇവിടെ തുടങ്ങി തട്ടി അവസാനിച്ചു. ഇത് 30 ആയിരുന്നു. ഓക്കെ. അതുപോലെ ഇനി 45 എങ്ങനെ ഉണ്ടായത്? 45 ഉണ്ടാക്കുന്ന 2 വരകളാണ്. ഒന്നിങ്ങനെ ഇങ്ങോട്ട് 6ലേക്ക്, ഒന്നിങ്ങനെ ഇങ്ങോട്ട് എസിലേക്ക്. 6 എസ് നോക്കും. 6 തുടങ്ങി തട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ 45 കിട്ടി. അതുപോലെ 6 തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്ത് കിട്ടും? ഇതാ, ഇത് 45. അപ്പൊ 50 പറ്റിയ 50, 30 പറ്റിയ 30, 45 പറ്റിയ 45. ഇനി വേറെ എളുപ്പമാർഗമാണ് പറഞ്ഞത്. ഇതിങ്ങനെ വരച്ചാൽ 1, 2, 3, 4 ത്രികോണങ്ങളാവും അല്ലെ. ട്രയാങ്കിൾസ്. ഇത് താഴെയുള്ള ത്രികോണം, ഇത് മുകളിലുള്ള ത്രികോണം. ഇത് വലത് ഭാഗത്തുള്ള ത്രികോണം, ഇത് ഇടത് ഭാഗത്തുള്ള. താഴെയുള്ള ത്രികോണത്തിന്റെ കോണുകൾ തന്നെയായിരിക്കും മുകളിൽ വരുന്ന ത്രികോണത്തിന്റെ കോണം. ഇടത് ഭാഗത്തുള്ള ത്രികോണത്തിന്റെ കോണുകൾ തന്നെയായിരിക്കും വലത് ഭാഗത്തുള്ളത്. ഓക്കെ. ഇവിടെ താഴേക്കും മേൽക്കും നോക്കുക. താഴെയുള്ള ത്രികോണം കണ്ടാ ഇടത് ഭാഗത്ത് 30, 50, വലത് ഭാഗത്ത് 30 അല്ലെ. അതുപോലെ തന്നെയായിരിക്കും മുകളിൽ സമയം.
ഇടത്ത് 50 വലത്ത്. ഇനി രണ്ട് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ താഴെ 45 ആണ്, മുകളിൽ അറിയില്ല, ഇതും അറിയില്ല. ഇതിന്റെ താഴെ 45 ആണെങ്കിൽ അതിന്റെ താഴെ 40. താഴെയുള്ള ത്രികോണത്തിന്റെ കോണുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും മുകളിലെ ത്രികോണത്തിന്റെ കോൺ. ഇടത് ഭാഗത്തുള്ള ത്രികോണത്തിന്റെ കോണുകൾ എത്രയാണോ അതേ സ്ഥലത്ത് അതുപോലെ തന്നെയായിരിക്കും വലത് ഭാഗം. താഴെ ഇടത്ത് 50 വലത്ത് 30 ആണെങ്കിൽ മുകളിലും ഇടത്ത് 50 വലത്ത് 30. ഇനി ഇടത് ഭാഗത്ത് താഴെ 45 ആണെങ്കിൽ വലത് ഭാഗത്ത് താഴെ 45. അപ്പൊ ഇത് രണ്ടും 45. 30ഉം 50ഉം കൂട്ടിയേക്കാം 80. അപ്പൊ ഇത് എത്ര വരാ? ഇത് 100 ആണ്, ഇത് 100. അപ്പൊ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ രണ്ടും കൂട്ടിയേക്കാം 80 അല്ലേ? അപ്പൊ ഇത് 100. ഇത് ഇങ്ങനെ കൂട്ടിയാൽ 180 അല്ലേ? ഇത് 100 ആകുമ്പോ ഇത് 80 വരും. ഇങ്ങനെ കൂട്ടിയാൽ 180 ആണ്. അപ്പൊ 100 ആകുമ്പോ 80 വരും. ഇത് 100 ആകുമ്പോ 80, ഇത് 100 ആകുമ്പോ 80 വരും. ഓക്കെ. ഇത് 80 45 കൂട്ടി 80 40 125. അപ്പൊ ഇത് എത്ര ഉണ്ടാവും? 55. അപ്പൊ ഇത് 55 കൂട്ടിയേക്കാം 50 90 100 100. അപ്പൊ കോൺ പി എത്ര ഉണ്ടാകുക? 50 45 കൂട്ടിയാല് 95 ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും 75. കോൺ ആറോ 55 30 കൂട്ടിയാൽ 85. ഇത് കിട്ടിയത് കിട്ടും. ഇത് 95 ബാക്കി ഉണ്ടാവും. സക്രിയമല്ലേ? ഇത് 50 55 105. ഇത് 105 50 75 ആയിരിക്കും അല്ലേ? സക്രിയമാണ്. അപ്പോ ഇങ്ങനെയാണ്. അപ്പോ ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ കൺസെപ്റ്റുമായി പുതിയ പുസ്തകമായി ക്ലാസ്.